6765 6765 6745 6745 6725 6705 ഡാഷ്. അടുത്ത നമ്പർ ഏതായിരിക്കും? 600. ഇതിൽ നിന്ന് 20 മൈനസ് 8 ആണ് ഇത് കിട്ടിയത് അല്ലേ? ഇതിൽ നിന്ന് 20 കുറച്ചിട്ടാണ് ഇത് കിട്ടിയത് അല്ലേ? 25 20 കുറച്ചിട്ടാണ് ഇത് കിട്ടിയതല്ലേ? അങ്ങനെയാണോ? ആണോ? അപ്പം 6705 നിന്ന് 20 മൈനസ് ചെയ്താൽ എത്രയാണ് മോളെ? 6685. ആ ചോദ്യം നിങ്ങൾ എല്ലാവരും പെൻസിൽ കൊണ്ട് ഒരു സ്ക്വയർ വരച്ചിരുന്നു. ആ സ്ക്വയറിനെ നിങ്ങൾക്ക് തുല്യമായ 9 സ്ക്വയർ ആക്കി മാറ്റാം എന്ന് വിചാരിച്ചാൽ മതി. കാരണം നമ്മളിപ്പോൾ അളവെടുക്കാതാണ് ചെയ്യുന്നത്. ഇവിടെ ചോദ്യം ഇതാണ്, ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദേർ? ഇതിൽ എത്ര സമചതുരങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ടൈപ്പ് ചെയ്താൽ മതി, അല്പ അവിടുന്ന് മറുപടി പറഞ്ഞോളൂ. ഇതിൽ എത്ര സമചതുരങ്ങളുണ്ട്? ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദേർ? പല ഉത്തരം വന്നിരിക്കുകയാണ്. യഥാർത്ഥ ആൻസർ എത്രയാണ് അൽഫ? 14. യഥാർത്ഥ ആൻസർ 14 ആണ്. ഇത് 14ലേക്ക് എത്താൻ എന്താണ് വിദ്യ അൽഫ? ഇത് 14ലേക്ക് കൊണ്ടുവരാൻ എന്ത് ഐഡിയ ആണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്? നിങ്ങൾക്കറിയില്ലേ, ഒരു ചെറിയ സ്ക്വയർ ഞാൻ വരച്ചാൽ അവിടെ ഒരു സ്ക്വയർ ആണ് കിട്ടുന്നത്. ഇതിനെ ഞാൻ വീണ്ടും 4 സ്ക്വയർ ആക്കി മാറ്റിയാൽ 1 2 3 4 ഈ ഒന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടും. അപ്പോൾ 1 + 4 ആണ് അവിടെ കിട്ടുന്നത്, 5 ആണ്. ഇതിനെ ഞാൻ 9 ഭാഗമാക്കിയാൽ 9 ചെറിയ സ്ക്വയർ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് 1 + 4 + 9 ആണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ 1 എന്ന് പറഞ്ഞാൽ 1 × 1 ആണ്, 4 എന്ന് പറഞ്ഞാൽ 2 × 2 ആണ്, 9 എന്ന് പറഞ്ഞാൽ 3 × 3 ആണ്. 1 + 4 + 9 ആണ് അവിടെ ലഭിക്കുന്നത്. അത് 9 4 13 14 ആണ് കിട്ടുന്നത്. ഇനി ഇത് വീണ്ടും നീട്ടിയിട്ട് ഇവിടെ വീണ്ടും ഞാൻ അത് വീണ്ടും കൂട്ടിയിട്ട് ഇവിടെ 16 1 2 3 16 ചെറുതെണ്ണം വണ്ണമെന്ന് വിചാരിക്കുകയാണ്. എങ്കിൽ ഇതിൽ എത്ര സ്ക്വയർ ഉണ്ടാവും? ടൈപ്പ് ചെയ്യും. കുട്ടികൾ ടൈപ്പ് ചെയ്തോ മോളെ? എത്രയാണ്? കുട്ടിയെ സന്തോഷ വാർത്ത അറിയിക്കൂ. 30 എന്ന ആൻസർ ശരിയാണ്. അവിടെ നിങ്ങൾ ചെയ്യുന്നത് 1 + 4 + 9 + 16 ആണ്. 16 ചെറുതുണ്ടെങ്കിൽ ചെറിയ ഈ കള്ളി 16 എണ്ണമാണെങ്കിൽ അത് 4 × 4 ആണ് 16. തൊട്ട മേലെയുള്ള 9 3 × 3 ആണ്. തൊട്ട മേലെയുള്ള 4 2 × 2 ആണ്. അടുത്തത് 1 × 1 ആണ്. സ്ക്വയർ നമ്പേഴ്സിനെ പറ്റി വിശദമായിട്ട് നിങ്ങൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിത്രം നിങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പോഴാണ് നമുക്കിതിന് ഒരു ഐഡിയയിൽ എത്തുന്നത്. ഇതിൻ്റെ ആൻസർ 30 ആണ്. ഒരു പക്ഷേ നിങ്ങളോട് ഇതിലെ അവസാനത്തെ ഒരു പീസ് ചോദിക്കില്ല, ഒരു പീസ് അങ്ങോട്ട് എടുത്തു കളയും. ഇങ്ങനെ തന്നുകൊണ്ട് നിങ്ങളോട് ചോദിക്കും ഇതിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഡോട്ട് ഇട്ടിട്ട് ഒരു പീസും കൂടിയാക്കി മാറ്റിയിട്ട് നിങ്ങൾ 1 + 4 + 9 + 16 വരെയുള്ള ചെറിയ സ്ക്വയേഴ്സ് വരെ എഴുതിയതിന് ശേഷം 30 കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഭാഗം മായ്ച്ച് കളയുക. കാരണം ഇത് നിങ്ങൾക്ക് തന്നിട്ടില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ 1 2 3 4 വരി ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. 4 വരി മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 26 ആണ്. ഇപ്പൊ ഇവിടെ അവസാനത്തെ ഒരു പീസ് ഇല്ലെങ്കിൽ ഇതിന്റെ ആൻസർ 26 ആയിരിക്കും. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. യെസ് വരുന്നുണ്ടോ മോളെ?
ഇവിടെ ഞാൻ 9 കള്ളി എടുത്തു. ഇതാ 9 എണ്ണം എടുത്തു. ഒരൊറ്റ മിനിറ്റ്, ഇത് ശ്രദ്ധിച്ചോളൂ. 9 എണ്ണം എടുത്തു. ഈ 9 ചെറുതാകുമ്പോൾ നിങ്ങൾ 1 + 4 + 9 ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് 14 കിട്ടിയത്. ഇവിടെ ഒരു പീസ് ഇല്ല. ഈ അവസാനത്തെ ഒരു പീസ് ഞാൻ എടുത്തു മാറ്റി. ഇതിൽ എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കാനുള്ള മാർഗം ഇവിടെ ഒരു പീസും കൂടി ഉണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിച്ചതിന് ശേഷം 14 കണ്ടുപിടിക്കുന്നു. ആ 14 നിന്ന് ആദ്യത്തെ ഒരു വരി കുറയ്ക്കുന്നു. 1 + 2 + 3, ഈ 3 ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. അങ്ങനെ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 11 ആണ്. അപ്പോൾ ഇതിൽ 11 എണ്ണം ഉണ്ടാവുക. കാരണം നിങ്ങൾക്ക് എണ്ണി ഞാൻ കാണിച്ചു തരാം. 11 സ്ക്വയേഴ്സ് 1 2 3 4 5 6 7 8 8 നിങ്ങൾക്ക് ചെറുത് കിട്ടി. ഇനി 1 2 4 5 ചേർന്നാൽ നിങ്ങൾക്ക് 1 കിട്ടും. 2 3 5 6 ചേർന്നാൽ നിങ്ങൾക്ക് 1 കിട്ടും. 4 5 7 8 ചേർന്നാൽ നിങ്ങൾക്ക് 1 കിട്ടും. 8 1 9 10 11. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യാം, ലൈക്ക് തരാം. ഓക്കെ, വെരി ഗുഡ്. അൽഫ, ഇപ്പോഴത്തെ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത അൽഫ ശ്രദ്ധിച്ചോ? അൽഫ കേൾക്കാമോ? കാരണം ഇന്ന് എല്ലാവരെയും മൈക്ക് നമ്മൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓൺ ചെയ്ത് വെച്ചിട്ട് അവരുടെ കൂടെ പേരൻസ് ഇരിക്കുന്നത് കൊണ്ടാണ് വളരെ കൺട്രോൾഡായിട്ട് കുട്ടികൾ കൈകാര്യം ചെയ്യുന്നത്. പേരൻസിന് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ കുട്ടികൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ പേരൻസും ടീച്ചേഴ്സും ഉണ്ടെങ്കിൽ അവർക്ക് ഇടപെട്ട് ചോദിക്കാം, തെറ്റില്ല. എന്ത് സംശയം ഉണ്ടെങ്കിലും പേരൻസ് ഇടപെട്ട് ചോദിക്കുന്നത് നല്ലതാണ്. മറ്റുള്ള കുട്ടികൾക്ക് അത് ഉപകാരപ്പെടും. ഇതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? പ്രോവിഡൻസ് ജൂനിയറിലെ പേരൻസിനോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ പേരൻസിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ കുട്ടികൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, സാധ്യതയുള്ള ചോദ്യമാണ്. ഹൗ many squares are there in a chessboard? ഒന്നുകൂടി ചെയ്യണം. ഏത് കുട്ടിയുടെ രക്ഷിതാവാണ് പറയുന്നത്? കോട്ടൂർ. ഗൗരി എന്നാ കുട്ടിയുടെ പേരല്ലേ? ശരി. അപ്പൊ നിങ്ങൾ ഇടപെട്ട് ചോദിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, ഇവിടെ നിങ്ങളോട് ഒരു 4 ചെറിയ സ്ക്വയേഴ്സ് തരികയാണ്. ഇതിൽ എത്ര സ്ക്വയർ ഉണ്ട് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി എന്ന് പറയുക? 4 എണ്ണം നിങ്ങൾ കണ്ടുപിടിക്കും. 4 അല്ലല്ലോ അവിടെ ഉള്ളത്. 1 2 3 4 4 ഒന്നും കൂടി കൂട്ടി 5 കിട്ടുന്നില്ലേ? അപ്പൊ 1 + 4 ആണ് 5. ഇത് മനസ്സിലായോ? ആ രക്ഷിതാവ് എന്നെ മറുപടി പറയേണ്ടത്. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. ഇനി ഇത് ഞാൻ 9 സ്മോൾ സ്ക്വയേഴ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. 9 ഇതൊക്കെ എളുപ്പത്തിൽ വേറെ രീതിയിൽ പഠിക്കാറുണ്ട്, പക്ഷേ ചെറിയ മക്കളായതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. 9 സ്ക്വയേഴ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. 9 ആവുമ്പോൾ ഇതിന്റെ പ്രത്യേകത 1 + 4 + 9 ആണ്. 9 എന്ന് പറഞ്ഞാൽ 3 × 3 ആണ്. അപ്പം 1 + 4 + 9 ആഡ് ചെയ്താൽ നമുക്ക് 14 ആണ് കിട്ടുക. 9 1 10 4 14. ഇവിടെയാണ് നിങ്ങളോട് ഞാൻ ചോദിച്ച ചോദ്യം. 4 എന്ന് പറഞ്ഞാൽ 2. ഇതാ നിങ്ങൾക്ക് 4 എണ്ണം 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അപ്പൊ 2ന്റെ സ്ക്വയർ ആണത്. ഇത് 1 × 1, ഇത് 2 × 2, ഇത് 3 × 3 ആണ്. അങ്ങനെയാണ് 14 വരുന്നത്. ശരി, ഇവിടെയാണ് ഒരു പീസ് ഇല്ല എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു പീസ് ഇല്ലാതെയാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പീസ് ഇവിടെ ഘടിപ്പിച്ചതിന് ശേഷം 14 കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ആദ്യത്തെ വരിയിലെ 3 എണ്ണം നിങ്ങൾ മൈനസ് ചെയ്താൽ മതി. 1 2 3. ആ 3 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 11 ആണ്. 11 ആണ് ശരി. ഇപ്പൊ ക്ലിയർ ആയോ അമ്മയ്ക്ക്? വല്ലാതെ ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, കുറച്ച് ഹയർ ലെവൽ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഇന്ന് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 2022 LSSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവരോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ സ്ക്വയർ നമ്പേഴ്സിനെ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഏതൊരു വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള വിഷയമായിട്ട് കൊടുക്കുന്നത് കണക്കാണ്, മാത്സ് ആണ്.
അതുകൊണ്ടാണ് ആ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു ചെസ് ബോർഡിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ, ഒരു ചെസ് ബോർഡിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ, ഒരു ചെസ് ബോർഡിൽ നിങ്ങൾക്ക് ആകെ 64 അല്ല ഉള്ളത്, 64 ചെറിയ സ്ക്വയേഴ്സ് കിട്ടും. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 8 into 8 64. ഒരു പക്ഷേ നിങ്ങളുടെ കുട്ടി പറയുക 64 + 1 പറയും, 65 പറയും. ആ കുട്ടികൾ പ്രത്യക്ഷത്തിൽ അതേ കാണുന്നുള്ളൂ. പക്ഷെ അതേ സമയത്ത് ഇവിടെ ചെസ് ബോർഡിലുള്ള ഇത് LSSന്റെ ഒക്കെ 4ാം ക്ലാസ്സിലെ കുട്ടികളോട് ക്വിസ് മത്സരത്തിന് ഞങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നത്, ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ എ ചെസ് ബോർഡ്? അതിന്റെ ആൻസർ 204 ആണ്. എന്തുകൊണ്ടാണ് കിട്ടുന്നത്? ആദ്യം നിങ്ങൾക്ക് ചെറുത്, ആ ചെറുത് 8 × 8 64 കിട്ടുന്നു, 64 കിട്ടുന്നു. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇതിൽ 49 കാണിച്ചു തരാം, 49 കാണിച്ചു തരാം. ഇപ്പോൾ ഇത് 49 ആയി. 1 2 3 4 5 6 7 1 2 3 4 5 6 7 7 into 7 49. ഇവിടെ നിങ്ങൾക്ക് ഞാൻ 36 കാണിച്ചു തരാം. 1 2 3 4 5 6 1 2 3 4 5 6 6 into 6 36. ഇത് ഇതേ രീതിയിൽ പോകുമ്പോൾ 1 വരെ പോകുന്നു. അപ്പോഴാണ് 204ലേക്ക് എത്തുന്നത്. ഇത് കുറച്ചുകൂടി ഹയർ ലെവൽ ചോദ്യമാണ്, അതെടുത്ത് ടെൻഷൻ ആവേണ്ടിയില്ല. നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കൂ. യെസ്, അടുത്തതിലേക്ക് പോകാം. ഇനി നിങ്ങൾക്ക് വേഗം മനസ്സിലാവുന്ന ചോദ്യത്തിലേക്ക് പോകാം. പെട്ടെന്ന് കുട്ടികൾ ടൈപ്പ് ചെയ്തോളൂ. വേഗം മനസ്സിലാവുന്ന അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 1 3 6 10 15 21 ഡാഷ്. പെട്ടെന്ന് ടൈപ്പ് ചെയ്യും. അൽഫ, കുട്ടികൾ ടൈപ്പ് ചെയ്ത് ശരിയാണെന്ന് നോക്കണേ. ശരി, ഉത്തരം വരുന്നുണ്ട്. എത്രയാണ് വരുന്നത്? 28. വെരി ഗുഡ്. 28 ആണ് ശരി. കാരണം 1ന്റെ കൂടെ 2 കൂട്ടിയിട്ടാണ് 3 കിട്ടിയത്, 3ന്റെ കൂടെ 3 കൂട്ടിയിട്ടാണ് 6 കിട്ടിയത്, 6ന്റെ കൂടെ 4 കൂട്ടിയിട്ട് 10 കിട്ടിയത്, 10ന്റെ കൂടെ 5 കൂട്ടി 15, അങ്ങനെ 6 കൂട്ടി 21, പിന്നെ 7 കൂട്ടി കഴിഞ്ഞാൽ 28 കിട്ടുന്നു. അടുത്ത നമ്പർ ഏതായിരിക്കും അൽഫ? അടുത്ത നമ്പർ ഏതായിരിക്കും മോളെ, പറയൂ. അല്ലല്ലോ, അടുത്ത നമ്പർ ഏതായിരിക്കും? 28 കഴിഞ്ഞാൽ അൽഫ പറയൂ, എത്രയാണ്? 36. ഓക്കെ. അപ്പം ഈ നമ്പറിന് നിങ്ങൾ 5ാം ക്ലാസ്സിൽ എത്തിയാൽ ഒരു പേര് വിളിക്കും, ട്രയാങ്കുലർ നമ്പർ. മലയാളത്തിൽ ത്രികോണ സംഖ്യ എന്ന് വിളിക്കും. 5ാം ക്ലാസ്സിൽ എത്തിയാലാണ് നിങ്ങൾ പഠിക്കുന്നത് കാര്യമായിട്ട്. ത്രികോണ സംഖ്യ 36. അപ്പം ഇവിടെ ത്രികോണ സംഖ്യ ചോദിക്കുമ്പോഴും നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചിത്രം വരച്ചിട്ടാണ് നിങ്ങളോട് ചോദിക്കുക. മക്കളോട് ചിത്രം വരച്ചിട്ട് ചോദിക്കും. ഇത് ഒരു റെക്റ്റാങ്കിൾ, ഇത് വേറൊരു റെക്റ്റാങ്കിൾ, ഇത് വേറൊരു റെക്റ്റാങ്കിൾ, 1 2 3. ഒരു റെക്റ്റാങ്കിൾ 4, 1 2 3 4. ഒരു റെക്റ്റാങ്കിൾ 1 2 3 4 5. ഒരു റെക്റ്റാങ്കിൾ കൂടി 6. അത്രയും മതി. റെക്റ്റാങ്കിളും സ്ക്വയേഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നു, ഹൗ മെനി റെക്റ്റാങ്കിൾസ് ആർ ഹിയർ? ഹൗ മെനി റെക്റ്റാങ്കിൾസ് ആർ ഹിയർ? ടൈപ്പ് ചെയ്തോളൂ. അൽഫ, കുട്ടികൾ ടൈപ്പ് ചെയ്തത് ശരിയാണോ മോളെ? അല്ല, ശരിയല്ല എന്ന് അൽഫ പറയുന്നു. ഏതെങ്കിലും ശരി ഉത്തരം വന്നു? എത്രയാണ് വന്നത്? 21 റൈറ്റ് ആൻസർ ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ട്രയാങ്കിൾ നമ്പറേ കിട്ടും. 1 2 3 4 5 6 എന്ന നമ്പർ കൊടുക്കുക മക്കള്. എന്നിട്ട് 1 + 2 + 3 + 4 + 5 + 6 ആണ്. ഇത് കൂട്ടിയാൽ 21 ആണ്. ഇതിന്റെ ആൻസർ 21. മനസ്സിലാവർ യെസ് എന്ന് കമന്റ് ചെയ്യാം.
യെസ് എന്ന് കമൻറ്റ് വരുന്നുണ്ടോ പോലെ? വന്നിട്ടുണ്ട്. ശരി ശരി. അപ്പോൾ ഇവരോട് സ്ഥിരം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ അവരോട് പറയുന്നു. ബാക്കി നമുക്ക് ടോപ്പിക്കായിട്ട് എടുത്ത് പോകാം. അടുത്ത ദിവസം മുതൽ ടോപ്പിക്കായിട്ട് തന്നെ എടുത്ത് പോകാം. തുടക്കത്തിൽ ഇവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യത്തിന് സമാനമായൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ പറയുന്ന കുട്ടിക്ക് എന്തായാലും നമുക്കൊരു പ്രൈസ് കൊടുക്കാം, അല്ലേ അൽഫ? ഓക്കെ. അപ്പോൾ ആൻസർ ടൈപ്പ് ചെയ്യുന്ന ആദ്യത്തെ 3 പേർക്കാണ് പ്രൈസ്. പ്രൈസ് എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ അടക്കിയ ചെറിയൊരു ബുക്ക്ലെറ്റാണ്. അത് നിങ്ങൾക്ക് അയച്ചു തരും. തയ്യാറായിക്കോളൂ. ആർ യു റെഡി? എന്താ മിണ്ടാത്തത്? റെഡി എന്ന് പറയൂ. ആ, ചില സമയത്തൊക്കെ ഒന്ന് വർത്തനമൊക്കെ പറയാ. ആർ യു റെഡി? യെസ് യെസ്, വെരി ഗുഡ്. ആ യെസ്. ഇനി ഞാനൊരു സ്കൂളിൻ്റെ പേര് വിളിക്കും. സ്കൂളിൻ്റെ പേര് വിളിക്കുന്ന സമയത്ത് ആ സ്കൂളിലെ കുട്ടികൾ 1-2 കുട്ടികൾ മുന്നോട്ട് വരിക. പ്രോവിഡൻസ് ജൂനിയറിലെ കുട്ടികളുണ്ടോ? പ്രോവിഡൻസ് ജൂനിയറിലെ കുട്ടികളുണ്ടോ? പേരെന്താണ്? പേരെന്താണ്? ഫാത്തിമ. ഫാത്തിമ മിൻഹ. പ്രോവിഡൻസ് ജൂനിയറിലെ ഏറ്റവും നല്ല പാട്ടുകാരി ആരാണ്? സിംഗർ അനന്യ മഹേഷ് ഈ കൂട്ടത്തിലുണ്ടോ? അനന്യ മഹേഷ് ഞാൻ പറയുന്നത് നോക്കി കേൾക്കാമോ? ഏതെങ്കിലും സ്കൂളിലെ മത്സരത്തിൽ മോൾ പങ്കെടുത്തിട്ടുണ്ടോ? ഏതിനാ പങ്കെടുത്തത്? ഏത് ഓ കലോത്സവത്തിൽ പാട്ടിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഏത് പാട്ടാ പാടിയത്? ഗ്രൂപ്പ് സോങ്ങിൽ ആ 2 വരി ഒന്ന് പാടിക്കേ, നോക്കാം നമുക്ക്. ഗ്രൂപ്പ് സോങ്ങിൽ ആ 2 വരി ഒന്ന് പാടിക്കേ മോള്. ആ, ഓക്കെ. എല്ലാവരും ഒരു നല്ല ലൈക്ക് കൊടുക്ക്. നമ്മളെ മോക്ക്. മോളെ പേരെന്താ പറഞ്ഞത്? അനന്യ മഹേഷ്. ഇങ്ങനെ എല്ലാവരും മുന്നോട്ട് വരണം. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ പങ്കെടുത്തിട്ട് വിജയിച്ച കാര്യത്തിലൊക്കെ പങ്കെടുത്തതിനും ആ 2 വരികളൊക്കെ പാടുന്നത് നമുക്കൊരു രസമാണ്. എടുക്കുക കണക്ക് ഇങ്ങനെ ചൂട് പിടിക്കുന്ന സമയത്ത് നമുക്കൊരു സുഖമായിട്ട് മുന്നോട്ട് പോകാം. അനന്യ മഹേഷേ, ഞാനിപ്പോൾ എന്താണ് ഓഫർ കൊടുക്കാൻ തോന്നിയത്? എന്ത് ഓഫറാണ് ഞാൻ വെച്ചത് മുന്നോട്ട്? ബുക്ക്ലെറ്റ്. ഞാൻ എന്തിനാണ് ഈ ഓഫർ കൊടുക്കാൻ വെച്ചത്? ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അത് ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട്. പക്ഷേ ഞാൻ ഈ തരുന്ന ചോദ്യത്തിന് നിങ്ങൾ ആദ്യത്തെ 3 പേർ അൽഫാടെ നോട്ട് ചെയ്യും. അൽഫാടെ നോട്ട് ചെയ്യുന്നുണ്ട്. നോട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ 3 പേരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്യുക. അൽഫ, ആർ യു റെഡി? യെസ്. ഇതാ കഴിഞ്ഞ വർഷം വന്ന ചോദ്യത്തിന് സമാനമായ ചോദ്യമാണ്. ഇതാ അടുത്ത ഇങ്ങനെ 4 എണ്ണം നിങ്ങൾ വരയ്ക്കും. ബോർഡ് കാണുന്നുണ്ടോ ആൽഫ? അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ അവിടെ റെക്റ്റാങ്കിളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിപ്പോൾ ട്രയാങ്കിൾ ആണ്, അതെന്തെങ്കിലും നോക്കട്ടെ. നിങ്ങൾ അതൊന്നും നോക്കണ്ട. നിങ്ങളുള്ള ചോദ്യത്തിലുള്ള മറുപടിയാണ് നിങ്ങൾ പറയേണ്ടത്. ചോദ്യം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇവിടെ ഈ 3 സൈഡിൽ ഞാൻ ഓരോ നമ്പേഴ്സ് എഴുതുകയാണ്. 1 2 3 3 2 4 5 3 2 4 3 5.
അൽഫ 4 കോർണറിലും അല്ല 3 കോർണറിലും ഓരോന്നിന്റെ ത്രികോണത്തിന്റെ 3 കോർണർ എഴുതിയ ആ സംഖ്യകളൊന്ന് വായിക്കുമ്പോൾ 1 2 3 3 2 4 5 3 2 4 3 5. ഓക്കെ. ഇനി ഞാൻ വിട്ടുപോയത് ഒരു സ്ഥലത്ത് എഴുതാനാണ്, അത് നോക്കാൻ നമുക്ക്. ഒരു സ്ഥലത്ത്, അതായത് ഇതിന്റെ മിഡിൽ ഞാൻ 5 3 4. എന്താണ് അൽഫ. ഇനി കുട്ടികൾ വിളിച്ചു പറയുന്നത് നമുക്കൊന്ന് ഒഴിവാക്കാം, അവർ കമന്റ് ചെയ്യട്ടെ. അൽഫ കേൾക്കാം. Yes sir. ആദ്യത്തേൽ ഞാൻ 81 എഴുതുന്നു, രണ്ടാമത്തേൽ ഞാൻ 400 എഴുതുന്നു, മൂന്നാമത്തെ കള്ളിയിൽ ഞാൻ എഴുതുന്നത് 256 256. അടുത്തതിൽ ഞാൻ എന്താണ് എഴുതേണ്ടതെന്നാണ് നിങ്ങൾ പറയുന്നത്. അല്പം ആ ചോദ്യം ക്ലിയർ ആയി കൊടുക്കും മോളെ. 1 2 3 81 3 2 4 400 2 3 5 5 3 2 256 4 3 5 അതിനുള്ള നമ്പർ ഏതാണ്? ഓക്കെ. കുട്ടികൾ കമന്റ് ചെയ്യുന്നുണ്ടോ? ആദ്യത്തെ 3 പേരെ പിടിക്കണേ മോളെ. കമന്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 3 പേരെ കണ്ടെത്തണം. ഇത് നിങ്ങൾക്ക് തരാനൊരു കാരണമുണ്ട്. ഇതിന് സമാനമായ ചോദ്യം കഴിഞ്ഞ വർഷം LSSന് ചോദിച്ചു. പല ഭാഗത്തുനിന്ന് കംപ്ലൈൻറ്റ് വന്നു, കുട്ടികളോട് ചോദിക്കാൻ പാടില്ലാത്തത് ചോദിച്ചു എന്ന് പറഞ്ഞു. ഇനി ആ കംപ്ലൈൻറ്റിന് പരിഹാരവും നമുക്ക് വന്നിട്ടില്ല. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇതിന് സമാനമായ ചോദ്യം പഠിപ്പിക്കുന്നു, നിങ്ങളെ പഠിപ്പിക്കുന്നു, കണ്ടെത്തും. ആൻസർ വന്നോ മോളെ? No sir. ഒരു ക്ലൂ നമ്മൾ കൊടുക്കണം. ഞാൻ തുറന്നിട്ട് നോക്കട്ടെ, എനിക്ക് ക്ലൂ വേണം നോക്കട്ടെ. ആ ആൻസർ വന്നല്ലോ. ആൻസർ വന്നു. കുറെ ആൻസർ വന്നു. യെസ്, കുറെ ആൻസർ വന്നു. ഒരുപാട് കുട്ടികൾക്ക് ശരിയാണ് അല്ലേ? ഓക്കെ, യെസ്, ആൻസർ ശരിയാണ്. ഓക്കെ ഓക്കെ. അൽഫ അത് കണ്ടില്ലേ? കുട്ടികൾ ആൻസർ ടൈപ്പ് ചെയ്തല്ലോ. 102. ശരി. അപ്പം ആൻസർ ടൈപ്പ് ചെയ്ത ഒരു കുട്ടി മുന്നോട്ട് വരും. 1272. ആ, 1225 കിട്ടിയ ഒരു കുട്ടിയുടെ പേര് പറയും. ഓ, ആ എങ്ങനെയാണ് 1225 കിട്ടിയത്? ആഷ്മിയ എങ്ങനെയാണ് കിട്ടിയത് പറയും മോളെ. അതല്ലേ പറയേണ്ടത്, എങ്ങനെ കിട്ടിയെന്ന് പറയൂ. ഓ, പറയുന്നില്ല, എങ്ങനെ കിട്ടിയെന്ന് പറയുന്നില്ല. എന്ത് ചെയ്യും? ആ, 2 plus 1. ആരാണ് പറയുന്നത്? പേര് പറയൂ. പല്ലവി. ആ, 1 plus 2 3. ആ 2 into 3 into 3 9. മോളെ ഫോൺ എന്താ ഇങ്ങനെ? ഫോണാണോ ഉപയോഗിക്കുന്നത്, ടാബാണോ ഉപയോഗിക്കുന്നത്? 4. പിന്നെന്താ അവിടുന്ന് അവശബ്ദം വരുന്നത്? ഫോണൊന്ന് ഓഫാക്കിയേ. വേണ്ട, ഫോണിന് അവിടുന്ന് ശബ്ദത്തിന് ചെറിയ പ്രശ്നം വരുന്നുണ്ട്. വേറെ ആരെങ്കിലും ഫോൺ ഓൺ ചെയ്താണെന്ന് അറിയില്ല. മോളൊന്ന് ഓഫ് ചെയ്തേ. ഇപ്പം റെഡി. ആ, ഒന്നുകൂടി പറഞ്ഞേ. 1 plus 2 3. 3 into 3 എത്രയാ? 9. പിന്നെ എങ്ങനെ 81 വന്നു? ഓക്കെ. മോള് മൈക്ക് മ്യൂട്ട് ചെയ്തു. മോളെ ഫോൺ എന്തോ ചെറിയ പ്രശ്നമുണ്ട്. വേറൊരു കുട്ടി മുന്നോട്ട് വരും. മൈക്ക് മ്യൂട്ട് ചെയ്യും. മോള് മൈക്ക് മ്യൂട്ട് ചെയ്യും. ഗൗരി. ഗൗരി കേൾക്കാമോ? യെസ്, ആ, ഇപ്പോൾ ക്ലിയർ ആണ്. 1 plus 2 3.
3 into 3 9. ഈ 9 81ലേക്ക് എങ്ങനെ പോയി മോളെ? 9 into 9 ആണ് 81. അടുത്തത് പറയുമ്പോൾ 3 plus 2 that is 5. Okay. 5. 5 into 4 is equal to 20. പിന്നെ 400 എങ്ങനെ കിട്ടി? 20 into 20 ആണ് 400. വെരി ഗുഡ്. അടുത്തത് 5 plus 3 is equal to 8. 8 into 2 16. 16 into 16 ആണ് 256. അടുത്തത് 4 plus 3 7. 7 into 5 35. 35 into 35 എത്രയാണ് കിട്ടുന്നത്? 1255. നമുക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 35 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം, അത് ശ്രദ്ധിച്ചോളൂ. 5ൽ എൻഡ് ചെയ്യുന്ന സംഖ്യയെ മൾട്ടിപ്പിൾ ചെയ്യാനുള്ള എളുപ്പമാർഗം ആദ്യത്തെ 3 എടുത്തിട്ട് 3നെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 3 into 4 12. അവസാനം 25 ചേർത്ത് കൊടുത്താൽ മതി. 5ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയെയും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. 25നെ 25 കൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാൻ 2നെ 3 കൊണ്ട് ഗുണിക്കുക. 3 2 6, അവസാനം 25 625. അങ്ങനെയാകുമ്പോൾ ഏത് വലിയ സംഖ്യയും നമുക്ക് ചെയ്യാമല്ലോ. 9 9 9 9 5 9995 into 9995 ചെയ്യാനുള്ള എളുപ്പമാർഗം ഈ 999 ആദ്യം എടുത്തിട്ട് അതിന്റെ തൊട്ടടുത്ത സംഖ്യയാണ് 1000. അപ്പൊ നമുക്ക് 999നെ 1000 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 3 0 ഉള്ള സംഖ്യയാണ് കിട്ടുക. 3 0 ഉള്ള സംഖ്യ അവസാനം 25 ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാൻ എളുപ്പമാർഗമുണ്ട്. ഏതായാലും എത്രയോ കുട്ടികൾ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാനിവിടെ നോക്കിയിട്ട് എത്ര കുട്ടികളാണ് ഇത് ആൻസർ ചെയ്തതെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ ഒരു കാര്യം ഇവരോട് ചോദിക്കട്ടെ, ഇത് സ്വയം കണ്ടെത്തിയ കുട്ടികൾ ഇതിലുണ്ടോ? രക്ഷിതാക്കളുടെ സഹായമില്ലാതെ സ്വയം കണ്ടെത്തിയ കുട്ടികൾ ഇതിലുണ്ടോ? ആരാണ്? പേര് പറ. ഓക്കെ, സ്വയം കണ്ടെത്തിയാണ്. ഓക്കെ, വെരി ഗുഡ്. സ്വയം കണ്ടെത്തിയതാണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ആൻസർ ഒന്നുകൂടി വിശദീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 1 into 2 into 3 into 4 into 5 into up to 25 വരെ മൾട്ടിപ്പിൾ ചെയ്താൽ ഒടുവിൽ എത്ര 0 ഉണ്ടാകും എന്നാണ് ചോദ്യം. 6 0 ഉണ്ടാവും. ഇതാണ് ഒരു കുട്ടിയുടെ സംശയം. എങ്ങനെയാണ് 0 വരുന്നത്? ആരൊക്കെ വരുമ്പോഴാണ് 0 വരുന്നത്? 1 into 2 into 3 into 4 into ഇവിടെ വരെ ചെയ്ത് കഴിഞ്ഞാൽ 0 വരുന്നില്ല. 1 2 2 3 2 6 6 4 24 വരെ 0 വരുന്നില്ല. പിന്നെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 120ലേക്ക് പോകുന്നത്. ഇവിടെ ഈ 0ന് കാരണക്കാരൻ ഈ 2ഉം 5ഉമാണ്, അല്ലെങ്കിൽ 4ഉം 5ഉമാണ്. 4 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വരും. അപ്പൊ അങ്ങനെയാകുമ്പോൾ 2ഉം 5ഉം എവിടെ കൂടുന്നുവോ അവിടെയാണ് ഒരു 0 വരുന്നത്. അപ്പൊ ആദ്യത്തെ 5 വരെ ഗുണിക്കുമ്പോൾ ഒരു 0, ആദ്യത്തെ 10 വരെ ഗുണിക്കുമ്പോൾ 2 0. ആ രീതിയിൽ പോകുമ്പോൾ ഇവിടെ 25ആണ് അവസാനത്തെ സംഖ്യ. ഇവിടെ നിങ്ങൾക്ക് 15 വരെയാണ് ഗുണിക്കുന്നതെങ്കിൽ 15നെ നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 0 കിട്ടും. അതേ സമയത്ത് നിങ്ങളോട് ചോദിച്ചത് 25ആണ്. 25നെ നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 into 5 25ലേക്ക് വന്നാൽ 5 0 അല്ല, 5നെ വീണ്ടും നിങ്ങൾക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 1 കിട്ടും. അങ്ങനെയാണ് 5 1 6 0 വരുന്നത്.
ഇത് കുറച്ചൊരായിരുന്ന ചോദ്യമാണ്, പക്ഷേ ആ കൂട്ടത്തിലും തന്നത് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം വരും. ചോദ്യത്തിന് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചോളൂ. 3, 4, 7, 0 3470. ഇത് ഉപയോഗിച്ച് എഴുതാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ എഴുതുക, ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് നമ്പർ എഴുതുക, അവ തമ്മിലുള്ള ഡിഫറൻസ് കാണുക. ആ ഡിഫറൻസ് കണ്ടിട്ട് നിങ്ങൾ പറയുക എത്രയാണെന്ന്. ഇത് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ, ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ, അവ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ എഴുതുക. വ്യത്യാസം എഴുതിയ കുട്ടികൾ അവ തമ്മിലുള്ള ഡിഫറൻസ് എഴുതിയോ? എത്രയാണ്? 4383. എത്ര? 4383. അത് ശരിയാണ്. 4383 ആണ് ശരി. 4383 ആണ് ശരി. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? പേര് ടൈപ്പ് ചെയ്യൂ. കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പം എല്ലാവരും പേര് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് വീൽ ഓഫ് ടൈമിലുള്ള ടോപ്പിക്കിലേക്ക് പോകാം. വീൽ ഓഫ് ടൈമിലുള്ള ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത് നിർത്തിയത്. അതിൽ 1-2 ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സമയചക്രം നിങ്ങളുടെ സ്കൂളിൽ എടുത്തിട്ടുണ്ടോ? ഉണ്ട്. ശരി. അപ്പോൾ സമയചക്രത്തിൽ നിന്ന് ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ? എടുത്തിട്ടുണ്ട്. ഓക്കെ, സമയചക്രത്തിൽ നിന്ന് ചോദ്യം ചോദിച്ചോട്ടെ? യെസ്, ഓക്കെയാണ്. ഓക്കെയാണ്. ചോദ്യം വരാം. ചോദ്യം പിടിച്ചോളൂ. നല്ലൊരു ചോദ്യമാണ് തരുന്നത്. ആ ചോദ്യം ഒരു വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഈ ചോദ്യമാണ് നിങ്ങൾക്ക് തരുന്നത്. പിന്നീട് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് കുറച്ച് ചോദ്യം തരാം. ചോദ്യം എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു കുട്ടി അവിടെ ഒന്ന് പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എ ട്രെയിൻ, ഇതിൻ്റെ മലയാളം വേർഷൻ ഞാൻ പറയാം. ഷെഡ്യൂൾഡ് അറ്റ് 5:50. ട്രെയിനിന് ഒരിക്കലും എയും ബിയും നമ്മൾ കൊടുക്കൂല. ലെഫ്റ്റ് ഫ്രം കോട്ടയം. "30 minutes late." 30 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് പുറപ്പെട്ടത്. ശരിക്കും ട്രെയിനിന്റെ ഷെഡ്യൂൾ ടൈം 5:50 ആയിരുന്നു. പക്ഷെ അന്ന് പുറപ്പെട്ടപ്പോൾ 30 മിനിറ്റ് ലേറ്റ് ആയി. നിങ്ങൾക്ക് എപ്പോഴും കേൾക്കാൻ പറ്റും ട്രെയിൻ ഇത്ര ലേറ്റ് ആണ്, ഇന്ന കാരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് റീച്ച്ഡ് മാംഗ്ലൂർ. അത് മാംഗ്ലൂരിൽ എത്തിയതോ at 15:10. At the same day, അൽഫ, ഞാൻ എഴുതിയെടുത്തിട്ടൊന്ന് വായിച്ചേ മോളെ ചോദ്യം. A train scheduled at 5:50 left from Kottayam, 30 minutes late, and reached Mangalore at 15:10 at the same day. ഓക്കെ, അവിടെ ഏതോ ഒരു കുട്ടി മൈക്ക് ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ് എക്കോ വരുന്നത്. അതുകൊണ്ട് ഞാൻ മറ്റുള്ള കുട്ടികളെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സെയിം ഡേ. നമ്മുടെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ
Find the time. Find the time taken to travel from Kottayam to Mangalore. ഒന്നുകൂടി വായിച്ചവിടെ ചോദ്യം. A train scheduled at 5:50 left from Kottayam 30 minutes late and reached Mangalore at 50:10 at the same day. Find the time taken to Travel from Kottayam to Mangalore. Mangalore. Find the time taken to travel from Kottayam to Mangalore. കോട്ടയത്ത് നിന്ന് മാംഗ്ലൂരിലെത്താൻ ആ ട്രെയിൻ എത്ര സമയമെടുത്തു? സത്യത്തിൽ ഈ ട്രെയിൻ പുറപ്പെടേണ്ടത് 5:50-നാണ്. അന്ന് 30 മിനിറ്റ് ലേറ്റായി. എന്നിട്ട് എത്തിയതോ 15:10-നാണ്. എങ്കിൽ എത്ര സമയം എടുത്തു എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ആൻസർ ടൈപ്പ് ചെയ്യൂ. കുട്ടികളുടെ ആൻസർ വരുന്നുണ്ടോ നോക്കണേ മോളെ. ആൻസർ വരുന്നുണ്ടോ? റൈറ്റ് ആൻസർ ഇതുവരെ ആരും വന്നില്ല അല്ലേ? പിന്നെന്താ അവർ എടുത്തെന്ന് പറഞ്ഞത്? പിന്നെന്താണ് അവർ സ്കൂൾ എടുത്തെന്ന് പറഞ്ഞത്? ഇതൊരു വർഷം LSS ചോദിച്ച ചോദ്യമാണ്. LSS ചോദിച്ച ചോദ്യമാണ്. റൈറ്റ് ആൻസർ വന്നോ മോളെ? ഇതുവരെ എത്തിയിട്ടില്ല അല്ലേ? എത്രയാണ് വന്നത്? 10 മണിക്കൂർ 10 മിനിറ്റ്. ഏത്? 10 മണിക്കൂർ 10 മിനിറ്റ്. ഓ, ഒന്നുകൂടി നോക്ക, ഒന്നുകൂടി വരട്ടെ കുട്ടികളിൽ നിന്ന്. 5:50-ന് പുറപ്പെട്ടത് 30 മിനിറ്റ് ലേറ്റ് ആയില്ലേ? 5:50-ന് പുറപ്പെടുന്നത് 30 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. 5:50-ന് പുറപ്പെട്ടത് 30 മിനിറ്റ് ലേറ്റ് ആയപ്പോൾ 5:80-നാണ് പുറപ്പെട്ടത്. ഈ 5:80 എന്ന് പറഞ്ഞ സമയം എപ്പോഴാണ് മോളെ? 5:80 എന്ന് പറഞ്ഞ സമയം ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 6 പറയൂ അൽഫ. ഈ 80-നെ ഞാൻ 60-ഉം 20-ആക്കി മാറ്റിയാൽ അത് 5:80 എന്നുള്ള സമയം 6:20. അപ്പോൾ ട്രെയിൻ പുറപ്പെട്ടത് ശരിക്കും 6:20-നാണ്. 30 മിനിറ്റോട് ലേറ്റ് ആയപ്പോൾ അതിവിടെ മനസ്സിലായി. 6:20-ന് പുറപ്പെട്ടിട്ട് എത്തിയത് 15:10-നാണ്. ഈ 15:10 എപ്പോഴാണ്? 15:10 എന്ന് പറഞ്ഞ സമയം എപ്പോഴാണ്? 2:10 ആണോ അല്ലെ 3:10 ആണോ? ആ, ഓ ശരി, 3:10 ആണ്. ഈ 6:20 മുതൽ 3:10 വരെയുള്ള സമയം കണക്കാക്കണ്ടേ നിങ്ങൾ? കണക്കാക്കിയോ കുട്ടികൾ? പല ഉത്തരവാദിത്തം വന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലേ അൽഫ? പല ഉത്തരവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെന്താ നമ്മളോട് പറഞ്ഞത് ഇത് എടുത്തിട്ടുണ്ടെന്ന്? ഇത് എടുത്തിട്ടില്ലല്ലോ. അവർക്ക് എടുത്തിട്ടുണ്ട് ആൻസർ പറയണ്ടേ? യെസ്, ഞാനൊരു സ്കൂളിന്റെ പേര് വിളിക്കാം. ആ സ്കൂളിന്റെ പേര് വിളിക്കുന്ന ഒരു കുട്ടി ഇതിന്റെ ആൻസർ പറയാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരും. ഞാൻ പോവുകയാണ്, ഓരോ സ്കൂളിലേക്ക് ഞാൻ പോവുകയാണ്. ഓരോ കുട്ടി ഓരോ സ്കൂളിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഞാൻ ആൻസർ പറയിപ്പിക്കും. പ്രോവിഡൻസ് ജൂനിയറിലെ ഒരു കുട്ടി മുന്നോട്ട് വാ. പേര് പറയൂ. യെസ് എന്നാണോ പേര്?
പ്രോവിഡൻസ് ജൂനിയറിൽ ഒരു കുട്ടിയുടെ പേര് പറയാൻ എസ് എന്നാണോ പറയുന്നത്? Sir, Shravana. ശ്രാവണ. ശ്രാവണ മോൾക്ക് ഈ ഉത്തരം അറിയാമോ? അറിയാം. എത്രയാ? 8 hours and 50 minutes. അത് കറക്റ്റാണ്. 8 hours and 50 minutes ശ്രാവണ മോൾ സ്വന്തം കണ്ടുപിടിച്ചതാണോ? അമ്മ ഹെൽപ്പ് ചെയ്തു. അമ്മ ഹെൽപ്പ് ചെയ്തു. ശരി, ഇനി അമ്മ ഹെൽപ്പ് ചെയ്തോട്ടെ. അമ്മ എങ്ങനെയാ പറഞ്ഞത്? കുഴപ്പമില്ല, അമ്മ ഹെൽപ്പ് ചെയ്യണം. അമ്മ ഹെൽപ്പ് ചെയ്യാതെ കുട്ടിക്ക് പറയാൻ പറ്റില്ല. ശരിയാണ്. ഇത് 2 വർഷം മുമ്പ് LSSന് ചോദിച്ച ചോദ്യമാണ്. അമ്മമാർ കൂടി ഹെൽപ്പ് ചെയ്യാണ്ട് കുട്ടികൾക്ക് ഇത് എഴുതാനാവില്ല. 8 hours 50 minutes എന്ന് മോക്ക് അമ്മ എങ്ങനെയാണ് പറഞ്ഞു തന്നത്? 5:50 പുറപ്പെടേണ്ട ഒരു ട്രെയിന് രാവിലെ എന്നുള്ള കാര്യം ട്രെയിനിന്റെ കാര്യത്തിൽ ഉറപ്പാണ്. ആ ട്രെയിന് 30 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ട്രെയിൻ പുറപ്പെട്ടത് 5:80 ഈ 5:80 എന്ന സമയം 60ഉം 20ഉം ആക്കി മാറ്റിക്കഴിഞ്ഞാൽ, ഇത് മണിക്കൂറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് 6:20 ട്രെയിൻ പുറപ്പെട്ടത്, 30 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട്. ഇത് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലാക്കിണ്ടെങ്കിൽ യെസ് എന്ന് പറയൂ. ഇത് മനസ്സിലാക്കിണ്ട യെസ് എന്ന് പറയൂ. യെസ്. ആ ശരി ശരി. ആ ശ്രാവണ, ഈ 6:20 കണ്ടെത്തിയത് ശ്രാവണയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി. ശരി. ഇനി എന്റെ ചോദ്യം, ട്രെയിൻ അതേ ദിവസം 15:10 എത്തിയത് എന്ന് പറയും. ഈ ട്രെയിനിന്റെ കാര്യത്തിൽ 15:10 പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാ മോളെ സമയം? 3:10. കാരണം 12 ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3:10 അതേ ദിവസമാണ് ട്രെയിൻ എത്തിയത്. അതും വ്യക്തം. ഈ 6:20 മുതൽ 3:10 വരെ എങ്ങനെയാണ് ഇത് എണ്ണിയെടുക്കുക? അതാണ് നമ്മളെ പ്രശ്നം. 6:20 കൂടെ ഒരു 40 കൂടി നമ്മൾ ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി ശ്രദ്ധിക്കണേ, ഇനി ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യട്ടെ. ദേശപ്പണിയുണ്ട്. 6:20 കൂടെ ഒരു 40 കൂടിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 7 മണിയിലേക്ക് പോയി. ശരിയാണ്. 7 മണിയിലെത്താൻ നമ്മൾ 40 മിനിറ്റ് കൂടി എടുക്കണം. പിന്നെയോ 7 12 മണിയിലേക്ക് പോകാൻ നമ്മൾ ഒരു 5 മണിക്കൂറും കൂടി എടുക്കണം. അതും മനസ്സിലായി. ഇപ്പൊ 12 മണിയിലേക്കാണ് എത്തിയത്. 12 മണി. 12 മണിയിൽ നിന്ന് 3:10 പോയിക്കോ. 3:10 പോയി. അങ്ങനെയാണ് 40ഉം 10ഉം 50, 5ഉം 3ഉം 8, 8 മണിക്കൂറും 50 മിനിറ്റും കിട്ടിയത്. മനസ്സിലായോ? മനസ്സിലാക്കേണ്ട യെസ് പറയാം. മനസ്സിലാക്കേണ്ട എല്ലാവർക്കും യെസ് പറയാം. അല്ലേ? ഒന്നുകൂടി പറഞ്ഞു തരും. യെസ്. ഇനി ഇത് ഇതേപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കുട്ടി മുന്നോട്ട് വാ. ഞാൻ സഹായിക്കും. മുന്നോട്ട് വാ. ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് ഒരാൾ മുന്നോട്ട് വാ പറയാൻ. എങ്ങനെയാണ് 8 മണിക്കൂർ 50 മിനിറ്റ് കിട്ടിയത്? ആരുമില്ല. ശ്രാവണ പോയോ? ശ്രാവണ കേൾക്കാമോ? ശ്രാവണ പറയൂ. എങ്ങനെയാ മോളെ ഈ 8 മണിക്കൂർ 50 മിനിറ്റ് കിട്ടിയത്? നിങ്ങൾ ഇങ്ങനെ കൂട്ടത്ത് പറഞ്ഞു പഠിക്കണ്ടേ? പറയൂ. 7 മണി വരെ 40 മിനിറ്റ്. ശരി. ഞാൻ പ്രോവിഡൻസ് ജൂനിയറിലെ വേറെ ഏതെങ്കിലും കുട്ടീനെ വിളിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വരൂ. ഇല്ല, ആരുമില്ല. ആരും വരുന്നില്ല. ശരി, ഞാൻ നേരെ വേറെ ഇവിടത്തേക്ക് പോവാ. ശ്രീനാരായണ സ്കൂളിലേക്ക് പോവുകയാണ്. ശ്രീനാരായണ സ്കൂളിൽ ഏതെങ്കിലും കുട്ടി മുന്നോട്ട് വരും. പേരെന്താണ്?
ഇതെങ്ങനെയാ മോനെ 8 മണിക്കൂർ? ഇത് ശരി, ഇതാണോ? ഇത് ശരി ഉത്തരമാണോ? 8 മണിക്കൂർ 50 മിനിറ്റ്. Yes. യെസ്. എങ്ങനെയാണ് മോനെ കിട്ടിയത്? 5:50 സ്റ്റാർട്ട് ചെയ്യേണ്ട ട്രെയിന് കോട്ടയത്ത് നിന്ന് 30 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണ് ലേറ്റ് start ആയിട്ട് ചെയ്തത്. ലേറ്റ് ആയിട്ടുണ്ട്. ആ അപ്പോ 550 പ്ലസ് എഡിഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. 30 ആണ് ചെയ്യേണ്ടത്. അത് നമുക്ക് 580 ആണ് കിട്ടിയത്. അത് ഹവേഴ്സിലേക്ക് പോയാൽ 60 പ്ലസ് 20 വരും. എന്തിനാണ് 60 ആക്കിയത് നമ്മൾ? 61 ഹവർ ആണ്. ഓ, അത് ശരിയാണ്. ആ എന്നിട്ട് ആ 16 20 ആഡ് ചെയ്താൽ 620 കിട്ടുന്നു. ആ കറക്റ്റ് ആണ്. അപ്പൊ ശരിക്കും ട്രെയിൻ പുറപ്പെട്ടത് അന്നത്തെ ദിവസം 6:20 അർത്ഥം അല്ലേ? ശരി. എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്സ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് കൺഫ്യൂഷൻ ആവണ്ട. 15:10 എത്തിയെന്ന് പറയുന്നത്. 15:10 എന്ന റെയിൽവേ ടൈം എപ്പോഴാണ്? 15:10 എന്ന് വെച്ചാൽ 3:10 റെയിൽവേ ടൈമാണ്. 3:10 റെയിൽവേ ടൈമിലാണ് ട്രെയിനിന്റെ കാര്യമല്ലേ? അപ്പൊ 3:10 ട്രെയിൻ എത്തിയത്. യെസ്. ആ ഈ 6:20 രാവിലെ അല്ലേ? യെസ്. 3:10 ഉച്ചയ്ക്ക് ശേഷം അല്ലേ? സെയിം ടൈം നമ്മളോട് പറഞ്ഞിട്ടില്ലേ? 3:10 ഉച്ചയ്ക്ക് ശേഷം അല്ലേ? യെസ്. ശരി. 6:20 മുതൽ 3:10 വരെയുള്ള ദൈർഘ്യം എങ്ങനെ കണ്ടുപിടിക്കും? 6:20 ഒരു 40 കൂട്ടിയാൽ 7 മണിയാവുമോ? യെസ്. 7 മണിന്റെ കൂടെ ഒരു 5 മണിക്കൂറും കൂടി കൂട്ടിയാൽ 12 മണിയാവുമോ? യെസ്. യെസ്. ആ 12 മണിയിൽ നിന്ന് പിന്നെ 3:10 കൂടി ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ച് നമുക്ക് ടൈം കിട്ടില്ലേ? യെസ്. അപ്പൊ 8:50 കറക്റ്റ് അല്ലേ? യെസ്. അതൊന്നുകൂടി ഒന്ന് വിവരിച്ച മതി. 5:50 സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ട്രെയിന് കോട്ടയത്ത് നിന്ന് 30 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ട്രെയിന് 15:10 ബാംഗ്ലൂരിൽ റീച്ച് ചെയ്യുകയും ചെയ്തു. നമുക്ക് ലേറ്റ് ആയ ടൈം ആണെങ്കിൽ 550 പ്ലസ് 30 ആഡ് ചെയ്യണം. അതിന്റെ ആൻസർ 580 ആണ്. 580 എന്ന് വെച്ചാൽ ഹവേഴ്സിൽ 60 പ്ലസ് 20 ആണ്. യെസ്. മറ്റുള്ള കുട്ടികളെ മയക്കി മ്യൂട്ട് ചെയ്യണേ. ആ യെസ് പറയൂ. ബാംഗ്ലൂരിൽ 15 ഹവേഴ്സ് ആണ്. ആ 3:10 റെയിൽവേ ടൈം ആണ് 15 ഹവേഴ്സ്. യെസ്. 10 മിനിറ്റ്സ്. 6:20 7 o'clock ആകണമെങ്കിൽ അതിൻ്റെതായിരിക്കാം 40 മിനിറ്റ്സ് ആണ്. 12 മണിയിലേക്ക് പോകാൻ 5 മണിക്കൂർ പിന്നെ 3:10 കൂടി ആഡ് ചെയ്തു അല്ലേ? യെസ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സ്ലോ ഇതിലുണ്ട്. ഇതില് ഈ ടൈം കാണുന്ന കാര്യത്തിൽ അതാണ് മിക്ക കുട്ടികൾക്കും പ്രയാസം വരുന്നതെന്ന് ഇപ്പം തോന്നുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അതൊന്നുകൂടി വിശദമായിട്ട് നമുക്ക് എടുക്കാം. ഞാൻ ഇന്ന് ഒരു ടേബിൾ തരികയാണ്. ആ ടേബിളിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഭാഗത്ത് ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം. അതിൽ ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ ഇന്ന് യൂട്യൂബിൽ വരും. സമയമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നാളെ തന്നെ ചെയ്താൽ മതി. നാളെ നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന്, സ്റ്റാർട്ട് ചെയ്ത സമയം, സ്റ്റാർട്ടഡ് ടൈം. അറൈവൽ ടൈം, എത്തിച്ചേർന്ന സമയം. മറ്റൊന്ന്, യാത്രക്കെടുത്ത സമയം, ടൈം ടേക്കൺ അല്ലെങ്കിൽ സ്പെൻഡ്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 8:30 AM എന്ന് കൊടുത്തിട്ടുണ്ട്. അറൈവൽ എത്തിച്ചേർന്നത് 1:25 PM ആണ്. എങ്കിൽ യാത്രക്കെടുത്ത സമയം നിങ്ങളിവിടെ കണ്ടുപിടിക്കണം.
രണ്ടാമത്തെ ചോദ്യം 5 AM ആണ്. കണ്ടെത്തേണ്ടത് അറൈവൽ ടൈമാണ്. യാത്രക്കെടുത്ത സമയം 6 മണിക്കൂറും 50 മിനിറ്റുമാണ്. മൂന്നാമത്തെ ചോദ്യം, ഇത് നിങ്ങൾ കണ്ടെത്തണം. സ്റ്റാർട്ട് ചെയ്ത സമയം, എത്തിച്ചേർന്ന സമയം ഞാൻ തരികയാണ്. 3:10 AM. സമയമെടുത്തത് 5 മണിക്കൂറും 40 മിനിറ്റുമാണ്. ഇനി അടുത്തത് നാലാമത്തെ ചോദ്യം, 10:20 AM സ്റ്റാർട്ട് ചെയ്തു. എത്തിച്ചേർന്നത് 3 PM എത്ര മണിക്കൂർ എടുത്തു? മോനെ, ഇപ്പൊ വായിച്ച SVM കുട്ടി ഈ ചോദ്യം ഒന്ന് വായിക്കൂ. Second one, 5 AM സ്റ്റാർട്ട് ചെയ്തു. arrived time ആണ് നാം കണ്ടുപിടിക്കേണ്ടത്. ടൈം ടേക്കൺ അവിടെ നൽകിയിട്ടുണ്ട് 6 hours 50 minutes. തേർഡ് വൺ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്റ്റാർട്ട് ടൈം ആണ്. arrived ടൈമും ടൈം ടേക്കണും അവിടെ നൽകിയിട്ടുണ്ട്. arrived ടൈം 3:10 AM ടൈം ടേക്കൺ 5 hours 40 minutes ആണ്. ഫോർത്ത് വൺ 10:20 AM സ്റ്റാർട്ട് ടൈം. arrived ടൈം 3 PM. ഫോർത്ത് വണ്ണിൽ നാം കണ്ടുപിടിക്കേണ്ടത് ടൈം ടേക്കൺ ആണ്. എത്ര സമയം എടുത്തു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിലുള്ള നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പരീക്ഷയ്ക്ക് LSS പരീക്ഷ ഫെബ്രുവരി 28 നടക്കുന്ന പരീക്ഷയിൽ സമയവുമായി ബന്ധപ്പെട്ട ചോദ്യം എന്തായാലും ഉണ്ടാവും. അത് അറൈവൽ ടൈം ആവാം, ഡിപ്പാർച്ചർ ടൈം ആവാം, ടൈം സ്പെൻഡ് ആവാം. അത് ചിലപ്പോൾ കറണ്ട് പോയിട്ട് കറണ്ട് വന്നതാകാം, സ്കൂളിലെ സമയം ചിലവഴിച്ചതാകാം, ട്രെയിനിൻ്റെ യാത്രയാവാം, ബസ്സിൻ്റെ യാത്രയാവാം. അവിടെ കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട കാര്യം AM ആണോ PM ആണോ എന്ന് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ക്ലാസ് ഇന്നത്തെ ഈ ചോദ്യത്തോടു കൂടി ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ചോദ്യങ്ങൾക്കുള്ള ആൻസറാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ ക്ലാസ് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വീൽ ഓഫ് ടൈമിൽ സമയചക്രത്തിൽ നിന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവും. അത് 3 ടൈപ്പിലെ ചോദ്യങ്ങളാണ് സാധാരണ വരാറ്. എത്തിച്ചേർന്ന സമയം, യാത്രക്കെടുത്ത സമയം, പുറപ്പെട്ട സമയം. ഈ രീതിയിലുള്ള 3 ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ആ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ആ ഭാഗത്തുനിന്ന് ധാരാളം ചോദ്യങ്ങൾ വന്നതായിട്ട്. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും LSSൻ്റെ വിജയം നേരുകയാണ്. ഓൾ ദി ബെസ്റ്റ്.